ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നഞ്ചൻകോട് വയനാട് നിലമ്പൂർ റെയിൽവേയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പാത വേഗം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. നഞ്ചൻകോട് വയനാട് നിലമ്പൂർ പാതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളണമെന്ന് വിവിധ സംഘടനകളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. പാത രാജ്യത്തിന് നൽകുന്ന വികസന സാധ്യതകളും പാരിസ്ഥിതിക പ്രാധാന്യവും വിലമതിക്കാനാകാത്തതാണെന്ന് യോഗം വിലയിരുത്തി. നീലഗിരി വയനാട് നാഷണൽ ഹൈവേ ആൻഡ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ, കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ, വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയ സംഘടനകൾ ചേർന്നാണ് യോഗം നടത്തിയത്. പാതയുടെ അന്തിമ സ്ഥല നിർണയ സർവേയും വിശദമായ പദ്ധതി രേഖയും പൂർത്തീകരിച്ച് റെയിൽവേ ബോർഡിന് സമർപ്പിക്കാൻ തുടങ്ങുന്ന വേളയിലാണ് സംഘടനകൾ ഒത്തുചേർന്ന് പ്രത്യേക യോഗം നടത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കണമെങ്കിൽ വയനാട് റെയിൽപാത യാഥാർത്ഥ്യമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് യോഗം വിലയിരുത്തി. സി ചാക്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ബംഗളൂരു യാത്രാ സമയത്തിൽ മണിക്കൂറുകളുടെ കുറവുണ്ടാക്കുന്ന പാത ഏറെ സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതുമാകും. കേരളത്തിന്റെ വാണിജ്യ, വിദ്യാഭ്യാസ, തൊഴിൽ, ആരോഗ്യ മേഖലകളിലും വയനാട് അടക്കമുള്ള മലബാർ മേഖലയുടെ ടൂറിസം രംഗത്തും കുതിച്ചുചാട്ടമുണ്ടാക്കും. ലാഡർ ചെയർമാൻ CN വിജയകൃഷ്ണൻ, റെയിൽവേ ആക്ഷൻ കമ്മിറ്റി കൺവീനർ TM റഷീദ് എന്നിവർ വിഷയം അവതരിപ്പിച്ചു. വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജോണി പാറ്റാനി, ജനറൽ സെക്രട്ടറി വിനയകുമാർ അഴിപ്പുറത്ത്, അയ്യപ്പദാസ്, മാത്യു ജോർജ്, മത്തായി മോഹൻ ചന്ദ്രഗിരി, ഗാദർ പട്ടാമ്പി, പോൾ മാത്യൂസ്, ഡോക്ടർ ജോൺ മത്തായി നൂറനാൽ, യൂസഫ് ഹാജി, CU ജോണി, ബിജു ഡിജില, MA അസൈനാർ, ഫാദർ ബെന്നി തോമസ്, പ്രൊഫസർ റെനി മാത്യൂസ്, പ്രൊഫസർ തോമസ് പോൾ, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി MK അയ്യപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ബത്തേരി. ഫറൂഖ് നല്ലൂർ NSS കരയോഗം ഓണാഘോഷം സംഘടിപ്പിച്ചു. അംഗങ്ങൾ ചേർന്ന് സ്നേഹ പൂക്കളമൊരുക്കി.